പക്ഷേ ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ പുറംകാലുകൊണ്ട് തട്ടി തകർത്ത് കളയാമെന്ന് ആരും വ്യാമോഹിക്കുകയും വേണ്ട. അതൊരിക്കലും സാധ്യമല്ല. അരാജകത്വവും അധാർമികതയും ഒരു ഭാഗത്ത് വളരുമ്പോൾ ഭീകരതയും തീവ്രതയും മറ്റൊരു ഭാഗത്ത് പൊന്തി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെയെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് സമാധാനപരമായ ഒരു ജീവിതം ഇവിടെ കെട്ടിപ്പടുക്കാൻ ഭാവി തലമുറയെ സജ്ജമാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുകയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾ രാഷ്ട്രീയ സംഘടനയായി വളരുകയല്ല. പക്ഷേ ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ പുറംകാലുകൊണ്ട് തട്ടി തകർത്ത് കളയാമെന്ന് ആരും വ്യാമോഹിക്കുകയും വേണ്ട. അതൊരിക്കലും സാധ്യമല്ല. അത് ഇവിടുത്തെ ഭരണാധികാരികളും രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ശരിക്ക് പഠിച്ച് മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. നമ്മുടെ എല്ലാവരുടെയും വോട്ട് കൊണ്ടാണല്ലോ ഇവിടെ അധികാരത്തിൽ കയറുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ 10% അല്ലെങ്കിൽ 20% വരുന്ന വലിയ സമ്പന്ന വിഭാഗത്തിന് ശക്തി കൂട്ടുന്ന ഭരണമല്ല ഇവിടെ വരേണ്ടത്. ജനാധിപത്യ മതേതര മുന്നണിയാണ് ഇവിടെ വരേണ്ടത്. മതേതര മുന്നണി എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ നിയമങ്ങളുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുണ്ട്, ഇന്ത്യയുടെ ദസ്തൂർ ഭരണഘടന അതിവിടെ ഉണ്ടല്ലോ. ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ന്യൂനപക്ഷങ്ങളെ ചവിട്ടിത്തേച്ച് കളയുന്ന ഒരു ഭരണകക്ഷിയും ഇവിടെ വരാൻ പാടില്ല. ന്യൂനപക്ഷങ്ങളെ കണക്കിലെടുക്കണം. പിന്നോക്ക സമുദായങ്ങളെ എന്നും പിന്നോക്കമായി നിർത്തേണ്ടതില്ലല്ലോ. പിന്നോക്ക സമുദായം എന്തുകൊണ്ട് മുന്നോക്ക സമുദായമായി കൂടാ? അങ്ങനെ മുഴുവൻ ജനങ്ങളെയും അടിച്ചമർത്തി പിന്നോക്ക സമുദായത്തെ പിന്നോക്കമാക്കി ന്യൂനപക്ഷങ്ങളെ അവരെ പട്ടിണിപ്പാവങ്ങളായി ജീവിക്കുന്ന ആളുകളെ അതേ തലയിൽ തന്നെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭരണം ഇവിടെ വരാൻ പാടില്ല. ഇത് മനസ്സിലാക്കി ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് ഈ രാജ്യത്തുള്ള ഭരണാധികാരികൾ മനസ്സിലാക്കട്ടെ. എന്ത് പറഞ്ഞാലും അതങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും എന്ന് ആരും കണ്ടണ്ട. ഞങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടേക്കെങ്കിലും തട്ടി മാറ്റിക്കളയാമെന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ പണക്കാരനോ രാഷ്ട്രീയ പ്രവർത്തകരോ കരുതേണ്ടതില്ല. ഈ രാജ്യത്തെ മുസ്ലിംകളും ഹൈന്ദവരും ക്രൈസ്തവരും ജൈനനും ബുദ്ധനും എന്നല്ല, ഇന്ത്യ രാജ്യത്ത് എത്ര പാർട്ടി ഇവിടെയുണ്ട്, ഈ പാർട്ടികൾ മുഴുക്കെ
മതമൈത്രിയും മതസഹിഷ്ണുതയും കാണിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. ഞങ്ങളിവിടെ മുസ്ലിംകൾ സംഘടിക്കുന്നത് മറ്റ് സമുദായങ്ങളെ ഒറ്റപ്പെടുത്താനല്ല. SSF സംഘടിക്കുന്നു, SYS സംഘടിക്കുന്നു, മുസ്ലിം ജമാഅത്ത് സംഘടിക്കുന്നു. ഈ സംഘടിക്കുന്നത് മറ്റ് മതസ്ഥരെ ഒറ്റപ്പെടുത്താനല്ല, അവരോട് യുദ്ധം ചെയ്യാനല്ല, അവരുടെ മുമ്പിൽ വാളും പരിചയും എടുത്ത് ഇറങ്ങാനല്ല. മറിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വാളും പരിചയും എടുത്ത് നിങ്ങൾ ഇറങ്ങേണ്ടതില്ല. നമ്മുടെ വാളും പരിചയും വിദ്യാഭ്യാസവും തൊഴിലും ആണ്. ഇവിടെ വിദ്യാഭ്യാസം വേണം, തൊഴിൽ വേണം. അതിന് ഗവൺമെന്റ് നമ്മളെ സഹായിക്കണം. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് ആയാലും ഏത് ഗവൺമെന്റ് ആയാലും ഇവിടെ വിദ്യാഭ്യാസപരമായി വളരാൻ സഹായിച്ചേ പറ്റൂ. അത് സഹായിക്കാത്ത കാലത്തോളം നീണ്ടുപോകാൻ സാധ്യമല്ല. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും ഇവിടുത്തെ പിന്നോക്ക സമുദായത്തെയും ഇവിടുത്തെ പാവപ്പെട്ടവരെയും കണക്കിലെടുത്ത് മുന്നോട്ട് പോകുന്ന ഭരണകൂടത്തിന് മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ സാന്ദർഭികമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ ഉണ്ടാക്കിയത് ഒരു രാഷ്ട്രീയ സംഘടന രൂപീകരിക്കാനാണെന്ന് പ്രചാരണം നടത്തുന്നവരുണ്ട്. അവർക്ക് മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയമായി സംഘടിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയം ഇതാണ്. ഇതൊരു രാഷ്ട്രീയമാണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ രാഷ്ട്രീയം ഈ രാജ്യത്തെ പിന്നോക്ക സമുദായത്തിനും ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിനും എല്ലാം ഉപകരിക്കുന്ന ഒന്നായി ഗുണപ്രദമായ നല്ല ഒരു മുന്നണി ഭരണം ഇവിടെ ഉണ്ടാകട്ടെ. അതിൽ ആര് മുന്നോട്ട് വരുന്നു അവർക്ക് വിജയമുണ്ടാകും. പാവപ്പെട്ടവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് എന്നും ഭരണാധികാരികൾക്ക് നിലനിൽക്കാമെന്ന് ഒരു കക്ഷിയും കരുതണ്ട. അത് ഞാനൊരു പ്രത്യേക കക്ഷിയെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയല്ല. ഏത് കക്ഷി വന്നാലും അവർക്ക് പണക്കാരന്റെ കൊഴുപ്പ് കൂട്ടിക്കൊടുക്കുന്ന സ്വഭാവം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ പിന്നാലെ നമുക്ക് പോകാൻ പറ്റില്ല. ഇത് ഇവിടെ ന്യായമായി നടക്കണം. ന്യായമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം. തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർദ്ധിച്ചു വരണം. തൊഴിലില്ലാത്തവർ ഇന്നും തൊഴിലില്ലാതെ തന്നെ കിടക്കുകയല്ലേ. നമ്മുടെ രാജ്യത്ത് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ തൊഴിലില്ലാത്തവർ വരുന്നു? വിദേശ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെന്ന് നോക്കൂ. തൊഴിലില്ലാത്ത ഒരൊറ്റ വ്യക്തി ഉണ്ടാവില്ല. ഒരു വ്യക്തി പോലും തൊഴിലില്ലാത്തവരല്ല. ഞാനിപ്പോ അടുത്ത ദിവസം മൊറോക്കോയിൽ സന്ദർശിച്ചു. അവിടെയുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ടു അന്വേഷണത്തിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, അവിടെ തൊഴിലില്ലാത്ത ഒരൊറ്റ വ്യക്തിയെ കാണാൻ സാധിക്കുകയില്ല. അതുപോലെ UAE-യിലേക്ക് നോക്കിയാൽ തൊഴിലില്ലാത്തവർ കാണാൻ സാധിക്കില്ല. മറ്റ് അറബ് രാഷ്ട്രങ്ങളിൽ നോക്കിയാലും നമുക്കത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഈ തൊഴിലില്ലാത്ത ആളുകൾ വർദ്ധിച്ചു വരുന്നത്? അതിന് പരിഹാരം കാണണം. അതിന് ജനങ്ങൾ ചിന്തിക്കണം. രാഷ്ട്രീയം കൈയാളുന്നവർ ഈ വഴിക്ക് ചിന്തിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, എന്നെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളോട് പറയാനുള്ളത്, യുക്തിവാദത്തിന്റെയും നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെയും വിദഈ ചിന്തകളുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ചെറുപ്പക്കാരെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ പെട്ടുപോകാൻ പാടില്ല. പല വിധത്തിലും ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ നിസ്കാരവും മറ്റു ഇബാദത്തുകളും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ സന്മാർഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നവർ, അത് പഴയ കാലത്തും ഉണ്ട്. മുർജിഅത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം, അവർക്കെതിരാണ് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ
മുഴുവൻ ആലിമീങ്ങളും ശക്തമായി എഴുതിയിട്ടുള്ളത്.